ബോധമില്ലാതെ കൈയെടുത്ത് മാറ്റും. അതങ്ങനെ അതിനകത്ത് ഇറുകിയുണ്ടല്ലോ. പിന്നെ കഴിഞ്ഞാൽ നടക്കാൻ ആ കുഞ്ഞ് ജനിച്ചിട്ട് ഇതുവരെ എനിക്കൊന്ന് 1-2 തവണ ഏതൊരു മോളിൽ പോയി. അതല്ലാണ്ട് ഹോസ്പിറ്റല് വീട്. ഞാൻ കൂടെ ചെല്ലുമെന്ന് വിചാരിച്ചാൽ കുഞ്ഞിനെ പോലും എവിടെയും കൊണ്ടുപോകത്തില്ലാടി. എന്നിട്ട് അവനവൻ്റെ പെങ്ങളും പെങ്ങളുടെ കൊക്കണമായിട്ട് എല്ലാ സ്ഥലത്തും കറങ്ങുന്നുണ്ട്. ആ തന്തയും മോളും ഉണ്ടല്ലോടി, അനുഭവിക്കും. ഇപ്പോഴും ഒന്നിനൊമ്പതായിട്ട് വിഷം കുത്തി കൊടുക്കുക. സത്യം പറഞ്ഞാൽ കൊച്ചായത് വെച്ച് അവർ മുതലെടുക്കുക. എനിക്ക് ഗതിയില്ലാത്തതുകൊണ്ട് ഞാൻ അവൻ്റെ കാല് പിടിക്കുന്നേന്ന്, അല്ല അവനോട് സ്നേഹമുള്ളതുകൊണ്ടൊന്നല്ലെന്ന്. ഞാൻ അവൻ്റെ എല്ലാ സ്വർണവും കൊടുത്ത്, ഈവൻ എൻ്റെ കഴുത്തിൽ കിടന്ന താലിമാല വരെ ഊരി ഞാൻ കൊടുത്ത്. അതവിടെ ഇരിപ്പുണ്ട്, അവനൊന്നും ചെയ്തില്ല, പക്ഷെ ഞാൻ ഊരി കൊടുത്ത്. കാരണം എനിക്ക് മടുത്ത്. സത്യം പറഞ്ഞാൽ അവൻ ഒരാഴ്ച മാറി നിന്നപ്പം ഉറപ്പായിട്ടും മിസ് ചെയ്തു. ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടാക്കിയാലും മിസ് ചെയ്തു. പക്ഷെ എന്താ, മനസ്സ് ഞാൻ കുറേ സ്ട്രഗിൾ ചെയ്തു. കുഞ്ഞിനെ ഒറ്റയ്ക്ക് നോക്കണ്ടേ, ഒന്ന് മാറിയെടുക്കാൻ പോലും ആളില്ലല്ലോ. അപ്പോൾ എന്നാലും എന്തോ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഇതുണ്ടായിരുന്നെടി. ഇപ്പം വന്നതിൽ സന്തോഷമുണ്ടെങ്കിലും ഉണ്ടല്ലോ, ഒരു ബോംബിൻ്റെ പുറത്ത് കയറിയിരിക്കുന്ന പോലെ ഇപ്പം പൊട്ടും അങ്ങനെ ഒരു ഫീല്. സത്യം പറഞ്ഞാൽ ഞാനതിപ്പോൾ ആലോചിച്ചിരുന്നപ്പോഴാണ് നീ മെസ്സേജ് അയച്ചത്. നിനക്കപ്പോൾ നീ സ്റ്റാറ്റസ് ഞാൻ കണ്ടതിൻ്റെ അങ്ങനെ ഇരിക്കുന്നു. പിന്നെ എന്നാടി, വേറെ വിശേഷമൊന്നുമില്ല. ഞാൻ എത്ര രൂപ ആയെന്നോ, എത്ര ലോൺ എടുത്തെന്നോ, അല്ലെങ്കിൽ എന്നാ രജിസ്ട്രേഷൻ എന്നോ ഒന്നും ചോദിക്കാൻ പോയില്ല. അവനായി അവൻ്റെ പാടായി, എന്തേലും കാണിക്കട്ടെ. ബോധമില്ലാതെ കൈയെടുത്ത് മാറ്റും. അതങ്ങനെ അതിനകത്ത് ഇറുകിയുണ്ടല്ലോ. പിന്നെ കഴിഞ്ഞാൽ നടക്കാൻ ആ കുഞ്ഞ് ജനിച്ചിട്ട് ഇതുവരെ എനിക്കൊന്ന് 1-2 തവണ ഏതൊരു മോളിൽ പോയി. അതല്ലാണ്ട് ഹോസ്പിറ്റല് വീട്. ഞാൻ കൂടെ ചെല്ലുമെന്ന് വിചാരിച്ചാൽ കുഞ്ഞിനെ പോലും എവിടെയും കൊണ്ടുപോകത്തില്ലാടി. എന്നിട്ട് അവനവൻ്റെ പെങ്ങളും പെങ്ങളുടെ കൊക്കണമായിട്ട് എല്ലാ സ്ഥലത്തും കറങ്ങുന്നുണ്ട്. ആ തന്തയും മോളും ഉണ്ടല്ലോടി, അനുഭവിക്കും. ഇപ്പോഴും ഒന്നിനൊമ്പതായിട്ട് വിഷം കുത്തി കൊടുക്കുക. സത്യം പറഞ്ഞാൽ കൊച്ചായത് വെച്ച് അവർ മുതലെടുക്കുക. എനിക്ക് ഗതിയില്ലാത്തതുകൊണ്ട് ഞാൻ അവൻ്റെ കാല് പിടിക്കുന്നേന്ന്, അല്ല അവനോട് സ്നേഹമുള്ളതുകൊണ്ടൊന്നല്ലെന്ന്. ഞാൻ അവൻ്റെ എല്ലാ സ്വർണവും കൊടുത്ത്, ഈവൻ എൻ്റെ കഴുത്തിൽ കിടന്ന താലിമാല വരെ ഊരി ഞാൻ കൊടുത്ത്. അതവിടെ ഇരിപ്പുണ്ട്, അവനൊന്നും ചെയ്തില്ല, പക്ഷെ ഞാൻ ഊരി കൊടുത്ത്. കാരണം എനിക്ക് മടുത്ത്. സത്യം പറഞ്ഞാൽ അവൻ ഒരാഴ്ച മാറി നിന്നപ്പം ഉറപ്പായിട്ടും മിസ് ചെയ്തു. ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടാക്കിയാലും മിസ് ചെയ്തു. പക്ഷെ എന്താ, മനസ്സ് ഞാൻ കുറേ സ്ട്രഗിൾ ചെയ്തു. കുഞ്ഞിനെ ഒറ്റയ്ക്ക് നോക്കണ്ടേ, ഒന്ന് മാറിയെടുക്കാൻ പോലും ആളില്ലല്ലോ. അപ്പോൾ എന്നാലും എന്തോ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഇതുണ്ടായിരുന്നെടി. ഇപ്പം വന്നതിൽ സന്തോഷമുണ്ടെങ്കിലും ഉണ്ടല്ലോ, ഒരു ബോംബിൻ്റെ പുറത്ത് കയറിയിരിക്കുന്ന പോലെ ഇപ്പം പൊട്ടും അങ്ങനെ ഒരു ഫീല്. സത്യം പറഞ്ഞാൽ ഞാനതിപ്പോൾ ആലോചിച്ചിരുന്നപ്പോഴാണ് നീ മെസ്സേജ് അയച്ചത്. നിനക്കപ്പോൾ നീ സ്റ്റാറ്റസ് ഞാൻ കണ്ടതിൻ്റെ
അങ്ങനെ ഇരിക്കുന്നു. പിന്നെ എന്നാടി, വേറെ വിശേഷമൊന്നുമില്ല. ഞാൻ എത്ര രൂപ ആയെന്നോ, എത്ര ലോൺ എടുത്തെന്നോ, അല്ലെങ്കിൽ എന്നാ രജിസ്ട്രേഷൻ എന്നോ ഒന്നും ചോദിക്കാൻ പോയില്ല. അവനായി അവൻ്റെ പാടായി, എന്തേലും കാണിക്കട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.